2024 ഇ പി ജയരാജൻ ഇക്കാര്യത്തിൽ ശക്തമായ നിലപാടെടുത്തത്. അന്ന് ശോഭാ സുരേന്ദ്രൻ ഇ പിക്കെതിരെ വലിയ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചു. ആ ആരോപണം ഇതായിരുന്നു: BJP-യിൽ ചേരാൻ വേണ്ടി ഇ പി ജയരാജൻ ശോഭാ സുരേന്ദ്രനുമായി ചർച്ച ചെയ്തു എന്നുള്ളതാണ്. ശോഭാ സുരേന്ദ്രനുമായി ഏതെങ്കിലും ഘട്ടത്തിൽ ഇ പി ജയരാജൻ ചർച്ച ചെയ്തിട്ടില്ല എന്ന് അദ്ദേഹം അന്ന് തന്നെ വ്യക്തമാക്കി നിയമ നടപടിയിലേക്ക് കടന്നു. അങ്ങനെ ആ നിയമ നടപടിയിലാണ് ഇപ്പോൾ കണ്ണൂർ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ശോഭാ സുരേന്ദ്രനെ കോടതിയിൽ ഹാജരാവാൻ വേണ്ടി സമൻസ് അയച്ചിരിക്കുന്നത്. മാത്രവുമല്ല, ഹൈക്കോടതിയിൽ ഈ കേസ് വേഗത്തിലാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇ പി ജയരാജൻ സമീപിച്ചു. അതേ തുടർന്നാണ് ഫെബ്രുവരി 19 ഇതുമായി ബന്ധപ്പെട്ട തീരുമാനമെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഹൈക്കോടതിയുടെ നിർദ്ദേശം വരുന്നു. ആ ഹൈക്കോടതി ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ് കണ്ണൂരിലെ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ശോഭാ സുരേന്ദ്രനെ ഈ കോടതിയിൽ മാനനഷ്ട കേസിലാണ് ഇപ്പോൾ സമൻസ് അയച്ചിരിക്കുന്നത്. പാലക്കാട് NDAയുടെ സ്ഥാനാർത്ഥിയാണ് ശോഭാ സുരേന്ദ്രൻ. സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് വേളയിൽ ഈ ഒരു കോടതി നടപടിക്ക് രാഷ്ട്രീയ പ്രാധാന്യം ഏറെയാണ്. കാരണം അന്ന് ഇ പി ജയരാജനെതിരെ കടന്നാക്രമിച്ചുകൊണ്ട് അദ്ദേഹം BJP-യിലേക്ക് പോകാൻ ചർച്ച നടത്തിയെന്നായിരുന്നു ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത്. അന്നേ അത് ഇ പി നിഷേധിച്ചിരുന്നു. പക്ഷേ എന്നാൽ നിയമ നടപടി തുടർന്നു. ആ നിയമ നടപടിയിലാണ് ഇപ്പോൾ ശോഭയ്ക്ക് സമൻസ് ആയിരിക്കുന്നത്.